മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക ലക്ഷ്യമുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് CPIM-ന്റെ നേതാക്കളായ ആളുകൾ പ്രവർത്തകരും അവിടെ വന്നുകൊണ്ട് മാധ്യമപ്രവർത്തനത്തിന്റെ ലൈവ് കവറേജ് തടസ്സപ്പെടുത്തുകയാണ്. സ്കൂളിൽ വിദ്യാഭ്യാസം നടക്കട്ടെ, ഇപ്പോൾ അധ്യയനം നടക്കട്ടെ, റിപ്പോർട്ടിംഗ് വേണ്ട എന്നാണ്. പക്ഷേ രക്ഷിതാക്കളായ ആളുകൾ തന്നെ അപ്പുറത്ത് വന്ന് ഇത് ക്ലാസ്സുള്ള സമയത്ത് തകർന്നു വീഴുന്നതിൽ ഉണ്ടാകുന്ന അപകടം എന്തായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട്. അവരെ പെട്ടെന്ന് പോലീസ് ഒഴിവാക്കുന്നു. അതേസമയം ഈ പ്രതിഷേധം ഉണ്ടാക്കുന്ന, കയ്യേറ്റം നടത്തുന്ന ആളുകളെ, ബലപ്രയോഗം നടത്തുന്ന ആളുകളോട് ഇടപെടാൻ പോലീസും അടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനിടയ്ക്ക് തന്നെ മീഡിയ വണ്ണിന് പ്രത്യേക ലക്ഷ്യമുണ്ട് എന്ന മട്ടിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം ഒരു വസ്തുവും കാണുകയും ചെയ്യുന്നുണ്ട്. ഷൈജു ചേരുന്നു. ഷൈജു, ഈ മീഡിയ വണ്ണിന് എന്തോ പ്രത്യേക ലക്ഷ്യം എന്നാണല്ലോ പറയുന്നത്. അവർ ആക്ഷേപിക്കുന്ന പ്രത്യേക ലക്ഷ്യം എന്താണ്? നമ്മൾ എന്താണ് അക്കാര്യത്തിൽ അധികമായി അവിടെ ചെയ്തത്? അതായത് നിഷാദെ, നമ്മൾ അധികമായി ചെയ്തു എന്നിവർ പറയുന്നത് 9 മണി സമയത്ത് തത്സമയം നമ്മളുടേതാണ് ആദ്യം മാധ്യമങ്ങളിൽ, ആ കൂട്ടത്തിൽ ആദ്യം നമ്മളാണ് ലൈവ് ആരംഭിക്കുന്നത് ക്ലാസ് തുടങ്ങുന്ന സന്ദർഭത്തിൽ. ആ സന്ദർഭത്തിൽ മറ്റു മാധ്യമങ്ങൾ അവരുടെ ലൈവുകൾ കണക്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ വരാന്തയിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം എന്താണ് ഇപ്പോൾ ഇത് ചെയ്യേണ്ടി വരുന്നത് എന്ന് ചോദിച്ച് നമ്മളുടെ ലൈവിന്റെ മുന്നിലേക്ക് കയറി നിന്ന് ആദ്യം ക്യാമറയിൽ കയറി പിടിക്കുന്നു, അതിനുശേഷം എൻ്റെ കൈ കയറി പിടിക്കുന്നു, എന്നെ വലിച്ചു മാറ്റുന്നു, എന്നെ തള്ളി മാറ്റുന്നു. അങ്ങനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് ഈ നിബു, CPM-ന്റെ പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹം അത് പറയുമ്പോൾ നമ്മൾ HM-ന് എന്തെങ്കിലും പറയാനുണ്ടോ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റംഗങ്ങളോടൊക്കെ ചോദിക്കുന്ന സന്ദർഭത്തിൽ അവരെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കാതെ അവരുടെ മുന്നിൽ വട്ടം കയറി നിന്ന് 2 കൈയും കൊണ്ട് പിടിച്ചു മാറ്റുന്ന രീതി, ആ ദൃശ്യങ്ങൾ അത് കാണാം. നമ്മളിത് പറയുന്നത് വെറുതെ പറയുന്നതല്ല, ദൃശ്യങ്ങളുടെ തെളിവോടുകൂടിയാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സമാധാനപരമായി മാറി ഞാൻ മരുന്ന് കഴിക്കാനായി പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ഞാൻ അകത്തേക്ക് വരുമ്പോൾ എന്നെ മാത്രം കയറ്റി വിടുന്നില്ല. ന്യൂസ് മലയാളം ടീം അവിടെ വരുന്നു, അവരെ കയറ്റി അകത്തേക്ക് വിടുന്നു. കൈരളി ടിവിയുടെ റിപ്പോർട്ടർ പുറത്തിറങ്ങി അവരുമായി സംസാരിക്കുന്നു, അകത്തേക്ക് തിരികെ പോകുന്നു. അതിനൊന്നും തടസ്സമില്ല. പക്ഷെ എന്നെ കയറ്റില്ല, ഞാൻ കയറിയാൽ ഞങ്ങളും കയറുമെന്ന് പറഞ്ഞ് വട്ടം നിൽക്കുകയാണ്. ഇപ്പോൾ ദാണ്ട് ഇവിടെ BJP പ്രവർത്തകർ ഈ സ്കൂളിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. BJP പ്രവർത്തകരെ തടയാണ്. ആ BJP പ്രവർത്തകർ കൂട്ടമായി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം, കുറച്ച് പോലീസ് മാത്രമേ ഉള്ളൂ, ഗേറ്റ് തള്ളി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവരെ തടയാനുള്ള പോലീസിന്റെ ശ്രമം എത്രമാത്രം വിജയിക്കും എന്നറിയില്ല. ഏതായാലും BJP പ്രവർത്തകർ ഇപ്പോൾ തള്ളി തുറന്ന് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ പ്രതിഷേധം വീണ്ടും ഈ സ്കൂളിന് മുന്നിലേക്ക് പ്രതിഷേധം കനത്തിരിക്കുന്നു എന്നാണ്. BJP പ്രവർത്തകരാണ്, BJP-യുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സഞ്ജീവ് വാചസ്പതിയുടെ നേതൃത്വത്തിൽ ആണ് BJP പ്രവർത്തകർ ഇങ്ങോട്ട് വന്നത്. അവർ നേരത്തെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്കായിരുന്നു മാർച്ച് തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോഴവർ കൂട്ടമായി സ്കൂളിന് മുന്നിലേക്കാണ് വന്നിരിക്കുന്നത്. നിഷാദ്, സൗത്തില്ല ദക്ഷിണ ഷൈജു ചേർന്നു. ഷൈജു, BJP പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി സ്കൂളിന്റെ വാതിക്കൽ വന്നിരിക്കുന്നു. ആരും ഒച്ച ഉണ്ടാക്കരുത്, കുട്ടികൾ സമാധാനമായി പഠിക്കട്ടെ എന്ന് പറഞ്ഞ CPM-മാർ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ അവരെ അതിനകത്ത് കാണുന്നില്ല. BJP പ്രവർത്തകരാണ് ഇപ്പോൾ കൂട്ടമായി ഈ പ്രതിഷേധവുമായി ഇവിടേക്ക് വന്നത്. പോലീസ് അവരെ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. ആദ്യം അവർ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പോലീസ് അത് തടയുകയാണ് ചെയ്തത്. ഇപ്പോഴും BJP പ്രവർത്തകർ ഇവിടെ പ്രതിഷേധം തുടരുന്നുണ്ട്. നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ തടയാൻ വന്ന ആരെയും ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയേണ്ടി വരും. ആ അർത്ഥത്തിൽ ആണ് BJP പ്രവർത്തകരുടെ ഒരു മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ തടയാൻ വന്ന ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്ന് കാണാൻ കഴിയുന്നില്ല. അവരെന്തായാലും ഈ കൂട്ടത്തിൽ ഇപ്പോഴില്ല. നേരത്തെ നമ്മളെ തടഞ്ഞവരാരും ഇവിടെ ഇല്ല എന്ന് പറയേണ്ടി വരും. നേരത്തെ നമ്മളെ തടയുക എന്ന ലക്ഷ്യത്തിൽ വളരെ കരുതിക്കുട്ടി വന്നതുപോലെ വന്നു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ BJP പ്രവർത്തകർ വരുന്ന സമയത്ത് അവർ വിടില്ല. BJP-യുടെ പ്രതിഷേധം ഇപ്പോഴും ഈ സ്കൂൾ കവാടത്തിന് മുന്നിൽ തുടരുകയാണ്. നിഷാദ്, ഓക്കെ, ഈ അവിടെ പ്രതിഷേധവുമായി കുറെ രക്ഷിതാക്കൾ വന്നിരുന്നല്ലോ ഷൈജു, അവരെന്താണ് പറഞ്ഞത്? അവരെ വേഗം പോലീസ് മാറ്റുന്നതും കണ്ടു.
നിഷാദെ, അതായത് നമ്മൾ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നേരെ വീണ്ടും ആ ലൈവ് സംപ്രേഷണ സമയത്ത് നേരത്തെ പറഞ്ഞ ഈ നിബുവിന്റെ സഹോദരനും മറ്റുള്ള കേരള കോൺഗ്രസ്സുകാരനും LDF പ്രവർത്തകരുമൊക്കെ ആ സമയത്ത് വീണ്ടും തർക്കവുമായി വന്നു. ആ തർക്കം വരുമ്പോൾ അവർക്ക് നേരെ തട്ടിക്കയറിക്കൊണ്ട് രക്ഷിതാക്കൾ വരികയാണ് അവർക്കെതിരെ. കാരണം LDF പ്രവർത്തകർ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കൾ നമ്മളോട് സംസാരിച്ചു. കുറച്ച് സ്ത്രീകളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ സംസാരിക്കുമ്പോൾ പോലീസ് ഇടപെടുന്ന കാഴ്ച കാണാൻ കഴിയുമായിരുന്നു. അവരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു പോലീസ് ചെയ്തത്. അവരെ മാറ്റുകയും പിന്നീട് ആ പ്രവർത്തകർ ഇവിടെ തുടരുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. എന്നാൽ BJP പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി ഇങ്ങോട്ട് വന്ന പ്രതിഷേധ പരിപാടി ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ ഇവിടെ പ്രതിഷേധിച്ച് നമ്മളെ തടഞ്ഞവരൊക്കെ ഇവിടെ നിന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ BJP പ്രവർത്തകരാണ് ഈ സ്കൂൾ കവാടത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നവർ. നേരത്തെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്കായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അവർ ഇതിന് മുന്നിലേക്കാണ് വന്നത്. BJPയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സഞ്ജീവ് വാചസ്പതിയുടെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകരാണ് ഇങ്ങോട്ട് മാർച്ചുമായി എത്തിയിട്ടുള്ളത്. അല്പസമയത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർ ഈ സ്കൂളിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെയും മാർച്ച് ഇവിടേക്ക് വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നും ഈ സ്കൂളിന്റെ മുൻവശം പ്രതിഷേധത്തിന്റെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിഷാദ്, ഷാജു ആണ് വിവരങ്ങൾ നൽകുന്നത്. ആലപ്പുഴ കാർത്തികപ്പള്ളിയിലെ സ്കൂളിന്റെ ഒരു ഭാഗം തകർന്നു വീണ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ CPIM-കാർ തടയുകയാണ്. CPIM പഞ്ചായത്ത് അംഗം നിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മാധ്യമപ്രവർത്തകരെ തടയുന്നത്. അതിൽ തന്നെ മീഡിയ വൺ സംഘത്തെ അവർ പിടിച്ചു തള്ളുകയും വേഗത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെ മാധ്യമങ്ങൾ അനാവശ്യമായ കുഴപ്പമുണ്ടാക്കുകയാണെന്നും വിദ്യാർത്ഥികൾ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബഹളം ഉണ്ടാക്കുന്നത്. അതേസമയം രക്ഷിതാക്കൾ തന്നെയും പ്രതിഷേധവുമായി അവിടെ വരുന്നത് കണ്ടു. സ്കൂൾ അധ്യയനം നടക്കുന്ന ദിവസമാണ് തകർന്നു വീഴുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ചോദ്യമുണ്ട്. എന്തായാലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് അധ്യയനം മാറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ കാണുന്ന കാഴ്ച. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അടക്കം അവിടുത്തെ MLA ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മാധ്യമങ്ങൾ സ്കൂളിനകത്ത് കടക്കാനോ സംഭവം റിപ്പോർട്ട് ചെയ്യാനോ പാടില്ല എന്നൊരു പ്രത്യേക നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ CPM പ്രവർത്തകരും അവിടുത്തെ പ്രാദേശിക നേതാക്കളും പ്രവർത്തിക്കുന്നത് കണ്ടു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പിടിച്ചു തള്ളാനും കയ്യേറ്റം ചെയ്യാനും ഒക്കെ തയ്യാറായി വരികയും ചെയ്തതാണ് നമ്മൾ കണ്ട കാഴ്ച. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം, മാധ്യമങ്ങളുടെ ഇടപെടലിനെ കുറിച്ച്.